ഓം വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുവാൻ പോകുന്നത് നമ്മുടെ പ്രധാനമായും അനുരാധ എന്നറിയപ്പെടുന്ന നക്ഷത്രത്തിന്റെ പ്രത്യേകമായ കാര്യങ്ങളാണ്. ഒരു സമ്പൂർണമായ ഫലമാണ്. അതായത് കന്നി മുതൽ ഇടവമാസം വരെ ആ നക്ഷത്രത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ. കൊല്ലവർഷം 1200 അപ്പോൾ ഈ നക്ഷത്രത്തിൽ പിറന്നവർക്ക് ഒരുപാട് ശനിദശയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 52 വയസ്സ് കഴിഞ്ഞവർ, അതുപോലെ തന്നെ 60 വയസ്സിലേക്ക് എത്തി നിൽക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല സമയങ്ങളാണ്. അപ്പോൾ പൊതുവായ ഫലങ്ങളാണ് പറയുന്നത്. ആ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നല്ല സമയങ്ങൾ കന്നി മുതൽ ഇടവം വരെ ഉണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ശനിദോഷമുള്ള നക്ഷത്രമാണ്. ജന്മന നക്ഷത്രത്തിൽ ദോഷപരമായ ചില ജന്മരാശി പ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉന്നതിയിലെത്തുവാൻ പറ്റുന്ന നക്ഷത്രമാണ്. ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരുടെ ഒരു നക്ഷത്രം തന്നെയാണ്. പൊതുവായ ഫലമാണ് നക്ഷത്രത്തിനെ പറ്റി പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, അതിന്റെ പരിഹാര ക്രിയകൾ ചെയ്യുക. ജ്യോതിഷപരമായി ബന്ധപ്പെട്ട് കർമ്മങ്ങൾ ചെയ്താൽ നല്ല പ്രതിഫലം ലഭിക്കും എന്നുള്ളതാണ് പൊതുവായി പറയുന്നത്. അനിഴം നക്ഷത്രത്തിന്റെ കാര്യമാണ്. ഈ വർഷം കന്നിമാസം മുതൽ ഈ നക്ഷത്രത്തിന് സഹനത്തിന്റെ വർഷമാണ്. പങ്കാളി സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം പഠന വിഷയങ്ങൾ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റിയ സമയമാണ്. തെറ്റിദ്ധാരണകളൊക്കെ മാറി ബന്ധുജനങ്ങളുമായി അടുത്തുകൂടാൻ ഒരു അവസരം ലഭിക്കുന്ന സമയമാണ്. ഈ കന്നി മുതൽ കന്നി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നാൽ വ്യാഴത്തിന്റെ രാശിമാറ്റം പല വിധത്തിലുള്ള വെല്ലുവിളികളും നഷ്ടങ്ങളും ജീവിതത്തിലൊക്കെ ഉണ്ടാകും. അത് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. കണ്ടകശനിയിൽ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് മരണമോ മരണസമാനമായ അവസ്ഥകളോ ഉണ്ടാകും. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം എല്ലാം മാനഹാനി ഉണ്ടാകും, ധനനഷ്ടം എന്നിവയൊക്കെ ഉണ്ടാകും. ശ്രദ്ധിച്ചു മുന്നോട്ട് പോകണം. ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്തുക്കൾ വിട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ടാകും. കൂടാതെ ജോലിയിൽ നഷ്ടം ഉണ്ടാവാനോ കേസ് വഴക്കുകൾ ഉണ്ടാവാനൊക്കെ ഇടയാവും. ഈ 2024 കഴിഞ്ഞ് 2025 ശനിമാറ്റം സന്താനങ്ങൾക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു ഭാര്യയുമായിട്ടൊക്കെ നല്ല രീതിയിൽ കൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാവുന്ന ശ്രദ്ധിച്ച് വഴിപാടുകളും കർമ്മങ്ങളും ശനിദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ ഈ തൊഴിൽ വിജയം, പുതിയ വസ്ത്രം, ആഭരണം എന്നിവയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് പറയുന്നത്. ചില ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. ഈ ചിങ്ങമാസത്തിലൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ പലർക്കും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പുതിയ വസ്ത്രം, ആഭരണം എന്നിവയൊക്കെ ലഭിക്കുകയും ചെയ്യും. അപ്രതീക്ഷിതമായ ധനഭാഗ്യങ്ങൾ, ലോട്ടറി ഭാഗ്യം പോലെയുള്ള പ്രതീക്ഷിക്കാം. അപ്പോ ഈ കന്നി മാസത്തില് വിദ്യാവിജയം, ബുദ്ധിവർദ്ധനവ്, സ്ഥാനക്കയറ്റം, പദവിയിൽ ഉയർച്ച എന്നിവ വരുന്ന കാലമാണ്. ജാതകത്തിൽ ബുധൻ അനിഷ്ട സ്ഥാനത്ത് ആണെങ്കിൽ ശത്രുദോഷം, അപവാദം അല്ലെങ്കിൽ അന്യരുടെ കുത്തുവാക്കുകൾ എന്നിവയൊക്കെ കുറച്ച് കേൾക്കേണ്ടി വരും. ക്ഷമിച്ചും സഹിച്ചും ഒക്കെ പോകേണ്ടി വരും. വലുതായി പ്രതിരോധിക്കാൻ നിൽക്കേണ്ട കാര്യമല്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ തുലാം മാസത്തിൽ തൊഴിൽ ക്ലേശങ്ങൾ ഉണ്ടാകും. സ്ഥാനഭ്രംശം, പല പല തൊഴിലുകൾ ചെയ്യേണ്ടതായ അവസ്ഥ, പണം ചിലപ്പോൾ ലഭിക്കും, അത് ഊർന്ന് കയ്യിൽ നിന്ന് പോകും എന്നൊക്കെയുള്ള സംജാതമാകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും അലസതയും തടസ്സവും ഒക്കെ നേരിടുന്ന സമയമാണ് ഈ തുലാമാസം എന്ന് പറയുന്നത്. വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടും. മനോരോഗം, ശിരോരോഗം ഉള്ളവർ കൃത്യസമയത്ത് മരുന്നുകളൊക്കെ കഴിക്കണം. അത് കൂടുതൽ പ്രശ്നങ്ങളാകാതെ മുന്നോട്ട് പോകാൻ നോക്കണം. അതുപോലെ തന്നെ ഈ വൃശ്ചിക മാസത്തില് നല്ല ധനലാഭം ഉണ്ടാകും. ഇടയ്ക്കിടെ സാമ്പത്തിക ഞെരുക്കം പെട്ടെന്ന് വന്ന് അനുഭവപ്പെടും. ഉറക്കക്കുറവുണ്ടാകും. അതുപോലെ തന്നെ ചില ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണും. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് രാത്രി എഴുന്നേറ്റ് നടക്കാനുള്ള പ്രവണതയൊക്കെ ഉണ്ടാകും. അത് ഈ അനിഴ നക്ഷത്രക്കാരുടെ രാശിപരമായ അവരുടെ ശത്രു ദോഷങ്ങളൊക്കെ മാറ്റിയാൽ, അതായത് പല ദോഷങ്ങളും ഉണ്ട് ഇവർക്ക്, ശനിദശപരമായ ദോഷം, ഇതൊക്കെ മാറ്റിയാൽ നിങ്ങൾക്ക് സ്വസ്ഥമായ ഒരു ജീവിതം ലഭിക്കും. നല്ല സാമ്പത്തിക നേട്ടമുണ്ട്. മനസ്സിൽ ആശങ്കകൾ ഉണ്ടാകുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരത്തിലൊക്കെ അലസത വരുന്ന കാലമാണ് ഈ വൃശ്ചിക മാസം വരുമ്പോൾ. അതുപോലെ ധനുമാസത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളിൽ പഠന വിഷയങ്ങൾ പരാജയം നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ്. ഓർമ്മക്കുറവ്, മനഃശക്തിക്കുറവ് എന്നിവ അനുഭവപ്പെടും. കുടുംബപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. സംസാരം മൂലം പല ബന്ധങ്ങളും ഇല്ലാതാവുകയും ചെയ്യും. തൊഴിൽ ക്ലേശങ്ങൾ വർദ്ധിക്കും. അധ്വാനത്തിനനുസരിച്ച് വരുമാനം ഉണ്ടാവുകയില്ല. ക്ലേശങ്ങൾ മാറി വരുമെങ്കിൽ തന്നെയും അത് കുറച്ച് സമയമെടുക്കും. മകരമാസത്തിൽ ആണെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ കുപ്രസിദ്ധി ലഭിക്കും എന്നുള്ളതാണ്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരും. രോഗങ്ങൾ മാറി ശരീരശോഭ വർദ്ധിക്കും. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. പുതിയ ചില ആശയങ്ങൾക്ക് അവാർഡുകളൊക്കെ ലഭിക്കുവാൻ ഉണ്ടാകും. അതുപോലെ കുംഭമാസത്തിൽ ജീവിത പങ്കാളിക്കും സഹോദര സ്ഥാനത്തുള്ളവർക്കും വളരെയധികം ജീവിതത്തിൽ മോശം അനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ഈ സർക്കാരിൽ പല വിധത്തിലുള്ള ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപവാദം കേൾക്കേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഇതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ
നിങ്ങൾക്ക് ദോഷഫലങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കുക. ഈ 2024 അവസാനത്തോടു കൂടി നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയ്ക്ക് ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാ നക്ഷത്രക്കാർക്കും ഉള്ളതുപോലെ അനിട നക്ഷത്രക്കാർക്കും ഉണ്ട്. ഒരു ശനിദോഷ നക്ഷത്രമായതുകൊണ്ടാണ് മീനമാസത്തിൽ നിങ്ങൾക്ക് ആരോഗ്യകാര്യങ്ങൾ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ ഉത്കണ്ഠ മൂലം പലതരത്തിലുള്ള മനോവിഷമം, പ്രഷർ കൂടുക, എന്നാൽ ചിലർക്ക് സർക്കാരിൽ നിന്നും ഗുണാനുഭവങ്ങളും ശത്രുഹാനിയും ഒക്കെ ഉണ്ടാവും. സന്താനഭാഗ്യം, വിവാഹലാഭം എന്നിവയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ മേടമാസത്തിൽ അനാവശ്യമായ സംസാരം മൂലം ബന്ധുക്കളുമായും അടുത്ത സുഹൃത്തുക്കളുമായും തെറ്റിപ്പിരിയേണ്ടതായ അവസ്ഥകളൊക്കെ വരും. മനഃശാന്തി കുറയും, മനസ്വസ്ഥത നഷ്ടപ്പെടും, ആത്മഹത്യ പ്രവണത ഉണ്ടാകും. അപ്പോൾ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിലും ഹനുമാൻ ക്ഷേത്രങ്ങളിലും ഒക്കെ പോയി പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പ്രശ്നങ്ങൾ ഒന്നും പറഞ്ഞ് സംസാരിക്കാൻ പോകരുത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മേടവിഷു സംക്രമ ഫലമായി വളരെ കാലമായി ഉണ്ടായിരുന്ന പേരുദോഷം മാറുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പല തൊഴിലുകൾ ചെയ്യേണ്ടതായ അവസ്ഥ ഇടവമാസത്തിൽ വരും. ഭൂമി നഷ്ടം, മംഗളകർമ്മങ്ങൾക്ക് തടസ്സം, ഭാര്യ ഭർത്തൃ ഐക്യത കുറവ്, കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ചർച്ച അല്ലെങ്കിൽ ചേർച്ചക്കുറവ്, ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം, രോഗത്തിന്റെ കാഠിന്യം ഒക്കെ ഉണ്ടാകും. പലതരത്തിലുള്ള ചില കഷ്ടകാലങ്ങളൊക്കെ വന്നും പോയുമൊക്കെ നിൽക്കും. മിഥുനമാസത്തിലാണെങ്കിൽ ശത്രുക്കളുടെ മേൽ വിജയം, കുടുംബം, ബന്ധുജനങ്ങളിൽ നിന്ന് വളരെയധികം സഹായ സഹകരണങ്ങൾ, പുത്രഭാഗ്യം, ഉന്നത വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കും, മനസ്സന്തോഷം, സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണ് ഈ മിഥുനമാസം. കർക്കിടക മാസത്തിലൊക്കെ ആണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വളരെയധികം മോശമായി സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ചിലർക്ക് തമ്മിൽ പിരിയുവാൻ ഉള്ള പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുമെങ്കിൽ അത് ഒത്തുതീർപ്പിലൊക്കെ അങ്ങ് പോകും. ഈ അലർജി രോഗങ്ങൾ അല്ലെങ്കിൽ ശ്വാസകോശങ്ങളായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ജാഗ്രത പാലിക്കണം. കേസ് വഴക്കുകളിലൊന്നും പോകാൻ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി എടുക്കരുത്. ആ കർക്കിടക മാസത്തിൽ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വ്യാഴമാറ്റം ഈ 2025 മെയ് 15 ജൂൺ മുതൽ തുടങ്ങും. അശുഭവാർത്ത കേൾക്കേണ്ടി വരിക, രോഗദുരിതങ്ങൾ അലട്ടുക, കേസ് വഴക്കുൾപ്പെടുക എന്നീ സാധ്യതകളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചു പോകണം എന്നാണ് പറഞ്ഞത്. ശനിമാറ്റം 2025 മാർച്ച് 29, 2027 ജൂൺ 3 വരെ ഉണ്ട്. ഇപ്പോൾ സർക്കാർ സംബന്ധമായ ദോഷഫലങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ജോലിയുള്ളവർക്ക് അന്യ സ്ത്രീ ബന്ധം മൂലം മാനഹാനി, ധനനഷ്ടം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിമാറ്റം അമ്മയും അമ്മ വീട്ടുകാരുമുള്ള പിണക്കങ്ങളൊക്കെ മാറി സന്തോഷത്തിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ രാഹുകേതു മാറ്റം 2005 മെയ് 18, 2026 ഡിസംബർ 5 വരെയാണ്. അമ്മ സ്ഥാനത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയുണ്ട്. അതിനുള്ള അമ്മയോടൊപ്പം സമയം ചെലവഴിക്കുക വളരെ പ്രധാനമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നക്ഷത്രത്തിന്റെ സാമാന്യ ഗ്രഹനിലയ്ക്ക് അനുസൃതമായ കാര്യങ്ങളൊക്കെ. ഓരോരുത്തരെയും കൃത്യമായ ജന്മനിലയ്ക്കും ഗ്രഹനിലയ്ക്കും ജന്മശിഷ്ടത്തിനും ദശാപകാര സമയത്തും അനുസരിച്ച് അനുഭവത്തിൽ യോഗങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. അപ്പോ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുക. അനിട നക്ഷത്രത്തിന് പൊതുവായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ ഇനിയും ഒരു നക്ഷത്ര ജ്യോതിഷ ഫലവുമായി വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും എത്താം. എല്ലാവർക്കും നല്ല നമസ്കാരം.